നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയ ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്ക് കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ഓശാന ഞായറായ ഇന്ന് ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നുള്ള പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതോടെ പള്ളിവളപ്പിലേക്ക് പ്രദക്ഷിണം ചുരുക്കി. നിശ്ചയിച്ച പോലെ കുരിശിന്റെ വഴി നടത്താൻ കഴിയാത്തതിൽ നിരാശയുണ്ടെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ്മാർ അനിൽ ജോസഫ് തോമസ് കൂട്ടോ പ്രതികരിച്ചു. ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് ദേവാലയം മുതൽ ഗോൾഡഖാനയിലെ സേക്രഡ് ഹെഡ് കാത്തീഡ്രൽ വരെയുള്ള കുരിശിന്റെ വഴിക്കാണ് ഡൽഹി പോലീസ് ഇത്തവണ അനുമതി നിഷേധിച്ചത്. സുരക്ഷാ കാരണങ്ങളും ട്രാഫിക് പ്രശ്നവും ചൂണ്ടിക്കാണിച്ച് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള പോലീസിന്റെ അറിയിപ്പ് ഏറെ വൈകിയാണ് സംഘാടകർക്ക് ലഭിച്ചത്. വർഷങ്ങളായി ഓശാന ഞായറിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണം നടത്താറുണ്ടെന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് സ്വാമിനാഥൻ. Actually, we had applied for the permission long back, but due to some reasons, security reason, they said they will not be able to give us permission. Maybe we don't know the reasons. തുടർന്ന് വൈകിട്ട് 3 മണിയോടെ ദേവാലയാങ്കണത്തിൽ വിശ്വാസികൾ ഒത്തുകൂടി. പള്ളിവളപ്പിലായിരുന്നു കുരിശിന്റെ വഴി പ്രദക്ഷിണം സംഘടിപ്പിച്ചത്. നിശ്ചയിച്ച പോലെ പരിപാടി നടത്താൻ കഴിയാത്തതിൽ നിരാശയെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് തോമസ് കൂട്ടോ. हम डिसअपॉइंटेड हो गए हैं क्योंकि वो मौका हमको नहीं मिल रहा है, लेकिन जैसे प्रभु ने फरमाया है वैसे ही हम करेंगे और ये भी मौका हमारे लिए बहुत ही अच्छा है, क्योंकि आखिर में जो हमको चाहिए ये है हमारी प्रार्थना और प्रभु के साथ जुड़ाव. സമീപത്തുള്ള സെന്റ് കൊളംബസ് സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി ദേവാലയ സന്നിധിയിൽ സമാപിച്ചു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമടക്കം സന്ദർശനം നടത്തിയിട്ടുള്ള ദേവാലയമാണ് ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയം. സ്വാതന്ത്ര്യസമര കാലഘട്ടം മുതൽ നടന്നുവരുന്ന കുരിശിന്റെ വഴി കോവിഡ് കാലത്ത് മാത്രമാണ് മുൻപ് മുടങ്ങിയിട്ടുള്ളത്. ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ നിന്നും ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. നടപടി മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുറ്റപ്പെടുത്തി. എന്നാൽ അനുമതി നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങളാൽ ആണെന്നും മറ്റു വ്യാഖ്യാനങ്ങൾ തെറ്റാണെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും സന്ദർശനം നടത്തിയ ക്രൈസ്തവ ദേവാലയം. ഇവിടേക്കുള്ള കുരിശിന്റെ വഴി പ്രദക്ഷിണം തടഞ്ഞ ഡൽഹി പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ രാജ്യത്ത് അതിക്രമം തുടരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം കുരുത്തോല പ്രദക്ഷിണം തടഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചത് ന്യൂനപക്ഷ വിരുദ്ധമെന്ന് CPIM. ആർക്കും ബോധ്യപ്പെടാത്ത ന്യായങ്ങളാണ്. ക്രമസമാധാനം പ്രശ്നം, ട്രാഫിക് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂനപക്ഷ വിരുദ്ധമായ ഭരണ തീരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇത് ഒറ്റനോട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിനും ആരാധനാ സ്വാതന്ത്ര്യത്തിനും എതിരായിട്ടുള്ള നിലപാടാണ്. എന്നാൽ അനുമതി നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങളാലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വിശദീകരണം. മറ്റു വ്യാഖ്യാനങ്ങൾ തെറ്റെന്നും മന്ത്രി. ഡൽഹിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ 11-ാം തീയതി തൊട്ട് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല. അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല. പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതി. ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നാക്രമണം ആർട്ടിക്കിൾ 26 നഗ്നമായ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അറ്റാക്ക് എന്ന സംഘപരിവാർ അജണ്ടയാണ് വ്യക്തമായത്. വിശുദ്ധവാര തുടക്കത്തിൽ രാജ്യതലസ്ഥാനത്തെ ദേവാലയത്തിൽ കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ചത് ക്രൈസ്തവ വിഭാഗത്തിനുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം
ന്യൂസ് ഡെസ്ക് 24. മറ്റു വാർത്തയിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തിവരുന്ന സമരം തുടരും. പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ ശക്തമായ പ്രതിഷേധമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. സമരം രാഷ്ട്രീയ പ്രേരിതം എന്നാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചത്. അതിനിടെ നിയമനം ആവശ്യപ്പെട്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം 12ാം ദിവസത്തിലേക്ക് കടന്നു. ഉച്ചയ്ക്ക് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് സമരം അവസാനിപ്പിക്കേണ്ട എന്ന തീരുമാനമെടുത്തത്. ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും അനുവദിക്കും വരെ സമരം തുടരും. സമരത്തെ തകർക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുവെന്ന് സമരസമിതി ആരോപിച്ചു. ഒരു ദിവസം 100 രൂപ എന്ന നിരക്കിൽ 3000 രൂപ അടിയന്തരമായി വർദ്ധിപ്പിച്ചുകൊണ്ടും വിരമിക്കൽ പ്രായത്തെ സംബന്ധിച്ചും ആനുകൂല്യത്തെ സംബന്ധിച്ചുമുള്ള തീരുമാനം അടിയന്തരമായി എടുത്തുകൊണ്ട് 2 ഡിമാൻഡുകൾ നേടിയെടുത്തിട്ട് മാത്രമേ ഈ സെക്രട്ടേറിയറ്റ് നടന്നുള്ള ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മളുടെ കമ്മിറ്റിയിലുണ്ടായത്. ആശാ വർക്കേഴ്സിന്റെ സമരം രാഷ്ട്രീയമെന്ന നിലപാട് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു. സാംസ്കാരിക നായകർ ഇത് മനസ്സിലാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം നിയമനം ആവശ്യപ്പെട്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം 12ാം ദിവസത്തിലേക്ക് കടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൈം അവതരിപ്പിച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഒരാഴ്ച ശേഷിക്കെ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് ഉദ്യോഗാർത്ഥികൾ. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം ഗവൺമെന്റ് ഒന്ന് മനസ്സ് വെച്ച 1 മണിക്കൂർ പോലും വേണ്ട. അവര് ഒന്ന് മനസ്സ് വെച്ച് PHQവിൽ അറിയിച്ചാൽ ഞങ്ങൾക്ക് വേക്കൻസി വരാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ലിസ്റ്റിംഗ് ക്യാൻസൽ ആവുന്നതിന് ഒരു 2 ദിവസം മുന്നെയാണ് അവർക്ക് വലിയ ബൾക്ക് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കും തരാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്. കാരണം കുട്ടികളെ ഒരു വയസ്സായതും 3 വയസ്സായ കുട്ടികളെ ഇട്ടിട്ട് ഇവിടെ വന്ന് സമരം ചെയ്യുന്നവരുണ്ട്. അതുപോലെ പല പല ജില്ലകൾ, കാസർഗോഡ്, അവിടെ നിന്നൊക്കെ ഇനി വന്ന് അത്രയും നാൾ നിൽക്കുക എന്ന് വെച്ചാൽ അത് വലിയ പാടാണ്. കാരണം കുട്ടികളൊക്കെ ഉള്ളവർ അതൊക്കെ വിട്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ. വിഷുദിനമായ നാളെ പുതിയ സമരപരിപാടികൾക്ക് രൂപം നൽകും. 24 തിരുവനന്തപുരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ മണ്ഡലം കൺവെൻഷനുകളുമായി സജീവമായി മുസ്ലിം ലീഗ്. നിലമ്പൂരിൽ നടന്ന രാഷ്ട്രീയ ജാഗ്രതാ സദസ്സിൽ PV അൻവറും പങ്കെടുത്തു. ഈ സർക്കാരിന്റെ പതനത്തിന് തുടക്കമാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ആരാകണമെന്ന ചർച്ച കോൺഗ്രസിന് വിട്ട് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് അക്കം കൂട്ടുകയാണ് മുസ്ലിം ലീഗ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 2ാമത്തെ കൺവെൻഷനും സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥി പട്ടികയിലെ ആദ്യ പേരുകാരായ ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. PV അൻവറിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. അൻവറിന്റെ മുന്നണി പ്രവേശന ചർച്ചകൾ സജീവമായിരിക്കെയാണ് വീണ്ടും ലീഗ് വേദിയിൽ എത്തിയത്. UDF ഒറ്റക്കെട്ടാണെന്നും അതിലാരും മനപ്പായസം ഉണ്ണേണ്ടെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മലപ്പുറത്ത് ഐക്യമുന്നണി അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന്. പക്ഷേ അങ്ങനെ ആരും മനപ്പായസം ഉണ്ണേണ്ടതില്ല. ഐക്യജനാധിപത്യ മുന്നണി വളരെ ശക്തമായിട്ട് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും ഇനി വരാനിരിക്കുന്ന ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഐക്യജനാധിപത്യ മുന്നണി ആ ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്തും. തിരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നിലമ്പൂരിലെ കാര്യം എഴുതാം. ഇവിടെ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി ജയിക്കും. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എത്തിച്ചതിന് ക്ഷമ ചോദിക്കുന്നുവെന്ന് പറഞ്ഞ PV അൻവർ പിണറായി വിജയനും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണയെന്ന് കൂട്ടിച്ചേർത്തു. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് UDFും LDFും തമ്മിലാണ് എന്ന് ആരും കരുതണ്ട. ഈ തെരഞ്ഞെടുപ്പ് പിണറായിയും കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. കേരളത്തിലെ ജനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അതിൽ എല്ലാ ജാതി മതസ്ഥരുമുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനകം KPCC ഹൈക്കമാൻഡിന് സമർപ്പിക്കും. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് LDF പരിഗണിക്കുന്നത്. 24 മലപ്പുറം. കർണാടകയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്ന കേസിലെ പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി പോലീസ്. ഹുബ്ബള്ളിയിലാണ് സംഭവം. 35-കാരനായ ബീഹാർ സ്വദേശി നിതേഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. പോലീസിന് നേരെ വെടിയുതിർത്തപ്പോൾ തിരിച്ചു വെടിവെച്ചുവെന്നാണ് ഹുബ്ബള്ളി SP ശശികുമാർ അറിയിച്ചത്. ഇന്നലെയാണ് 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആളൊഴിഞ്ഞ വീട്ടിലെ ശുചിമുറിയിൽ ഉപേക്ഷിച്ചത്. പ്രതിയുടെ വീടിന് നേരെ നാട്ടുകാരുടെ ആക്രമണമുണ്ടായിരുന്നു. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഒരു പോലീസുകാരൻ ചികിത്സയിലാണ്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയുടെ പര്യടനം തുടരുകയാണ്.
SKN40 കേരള യാത്ര വയനാട് ജില്ലയിൽ ആദ്യ ദിന പര്യടനം പൂർത്തിയാക്കി. പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിലും ബാവലി മഖാം ഉറൂസിലും മാനന്തവാടിയിലും പര്യടനം നടത്തി. ജനപ്രതിനിധികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ യാത്രയുടെ ഭാഗമായി. മോർണിംഗ് ഷോ വരുന്നത് പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നത്. വിഷുവും ഈസ്റ്ററും ഇങ്ങെത്തി. ആഘോഷത്തിനൊരുങ്ങുന്ന വയനാട്ടിലേക്ക് SKN40 കേരള യാത്ര എത്തിയപ്പോൾ ആവേശം വാനോളം. ഇത് കേരളത്തിലെ ഏക സീതാ ലവകുശ പ്രതിഷ്ഠാ ക്ഷേത്രമാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏക സീതാദേവി ലവകുശ ക്ഷേത്രമാണിത്. ശ്രീ സീതാദേവി ലവകുശ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് യാത്രയുടെ ആദ്യ ദിന പര്യടനം ആരംഭിച്ചത്. ആയിക്കോട്ടെ വളരെ സന്തോഷം. ഞങ്ങളുടെ ചെറിയ കുട്ടികളെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. അതിന് നമ്മൾ ശക്തിയായിട്ട് നമ്മുടെ കൂടെ വേണം. ഈ MDMA പോലുള്ള മാരകതൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് മുക്തി നേടാനും മറ്റു തൊഴിലില്ലാത്ത ആളുകളുണ്ടെങ്കിൽ സാർ അവരെ ഞങ്ങളെ ഏൽപ്പിച്ചോ, ഞങ്ങളവരെ കൃഷി പഠിപ്പിക്കുന്നതായി. അപ്പൊ ഇതിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ, ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു മാധ്യമം രംഗത്ത് വന്ന് ഇത്രയും വലിയൊരു ക്യാമ്പയിൻ നടന്നത്. അപ്പൊ നിങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ, ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. നമുക്ക് എങ്ങനെയാ ഇതിനെതിരെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ ഉണ്ടല്ലോ. 9:30 പുൽപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ യാത്രയെത്തി. ഓശാന ഞായറിന്റെ കുരുത്തോലവാഴ്വിലായിരുന്നു വിശ്വാസികൾ. ആശംസ അറിയിച്ച ഫാദർ ചാക്കോ ചേലപ്പറമ്പ് യാത്രയ്ക്ക് സഭയുടെ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. നമ്മുടെ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ യുവ സമൂഹത്തെയും കുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാവരെയും തന്നെ ഒരു ക്യാൻസർ പോലെ കാർന്നു തിന്നുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. ഇതിനെതിരെ ശക്തിയുക്തം നമ്മൾ എല്ലാവരും ഒന്നിച്ചു പോരാടണം. വയനാടിന്റെ സാഹോദര്യം വിളിച്ചോതുന്ന ബാവലി മക്കാമിലും യാത്രയെത്തി. ബാവലി ചെക്ക് പോസ്റ്റിൽ ലഹരിക്കെതിരെ മനുഷ്യമതിൽ. വൈകുന്നേരം 4:30 മാനന്തവാടി ഗാന്ധി പാർക്കിലും യാത്രയെത്തി. ലഹരി പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലും അരങ്ങേറി. ലഹരിക്കെതിരെ മാനന്തവാടിയിൽ നാടൊന്നാകെ ഒന്നിച്ചു. മാനന്തവാടി ഒന്നിച്ചുണർന്നോ. അവസാനത്തെ നരാധവനും ഈ നല്ല മണ്ണ് കേരളം വിട്ടുപോകണം. കേരളത്തിൽ ഒരുവനും ഇനി MDMA പോലുള്ള മാരക രാസലഹരി വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാവരും കടന്നു പോകണം. നമ്മുടെ നാട് സമാധാനത്തോടെ കഴിയണം. സമാധാനം ധ്വംസിക്കാൻ ഒരു ശക്തിയെ നമ്മൾ അനുവദിക്കില്ലെന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ കോഴിക്കോട് വരൂ. നാളെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് യാത്രാ പ്രയാണം തുടങ്ങും. 24 വയനാട്. തൃശൂർ മാളയിൽ മദ്യലഹരിയിൽ പോലീസുകാരൻ ഓടിച്ച കാർ തലകീഴായി മറിഞ്ഞു. ചാലക്കുടി ഹൈവേ പോലീസ് ഡ്രൈവർ അനുരാജാണ് റോഡിൽ അഭ്യാസം കാണിച്ചത്. 2 വാഹനങ്ങൾ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കാറിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെടുത്തു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മാള പോലീസ് എത്തി അനുരാജിനെ കസ്റ്റഡിയിലെടുത്തു. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചതിന് എതിരെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. തുടർ നടപടികൾ തീരുമാനിക്കാനായി ആഭ്യന്തര മന്ത്രാലയം നിയമോപദേശം തേടി. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവിൽ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സുപ്രീം കോടതി നടപടി ഭരണഘടനാപരമല്ലെന്നും കോടതിക്ക് ഭരണഘടനാ ഭേദഗതി വരുത്താനാവില്ലെന്നുമുള്ള കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ നിലപാടിന് സമാന നിലപാടാണ് കേന്ദ്ര സർക്കാരിനും. വിഷയത്തിൽ രാഷ്ട്രപതി ഭവന്റെ നിലപാട് തേടിയില്ലെന്നും കേന്ദ്രത്തിന്റെ വാദങ്ങൾ പരിഗണിക്കപ്പെട്ടില്ലെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. സമയപരിധി നിശ്ചയിച്ചത് പുനഃപരിശോധിക്കണമെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം. ഉത്തരവിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുനഃപരിശോധനാ ഹർജി നൽകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസുമാരായ JB പർഡിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിനു മുൻപേയാകും കേന്ദ്ര സർക്കാരിന്റെ ഹർജി. പല സംസ്ഥാനങ്ങളിലെയും ബില്ലുകളെ കോടതി വിധി ബാധിക്കുന്ന സാഹചര്യത്തിലാണ്
കേന്ദ്രം തുടർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. വിഷയത്തിൽ നിയമപരമായ മറ്റ് സാധ്യതകളും കേന്ദ്രം പരിശോധിക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ 10 ബില്ലുകളും തമിഴ്നാട് സർക്കാർ നിയമമാക്കിയിരുന്നു. ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ അംഗീകാരമില്ലാതെ ആദ്യമായാണ് ബില്ലുകൾ നിയമമാകുന്നത്. 24 ഡൽഹി. തമിഴ്നാട് ബില്ലുകൾ നിയമമാക്കിയതുപോലെ കേരളത്തിലും സുപ്രീം കോടതി വിധിക്ക് അനുസരിച്ച് ചെയ്യുമെന്ന് നിയമമന്ത്രി പി രാജീവ്. ബില്ല് തടഞ്ഞുവെച്ചതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെക്കുറിച്ചുള്ള കേരള ഗവർണറുടെ പരാമർശം ഖേദകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സുപ്രീം കോടതി വിധി കാവ്യവൽക്കരണത്തിന് ഗവർണർമാരെ ഉപയോഗിക്കുന്നതിനുള്ള തിരുത്തലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സുപ്രീം കോടതി വിധിയെക്കുറിച്ച് ഗവർണർ നടത്തിയ പരാമർശം ഖേദകരമാണ്. അങ്ങനെ ഒരു ഗവർണർ അങ്ങനെ പറയാൻ പാടില്ല. സുപ്രീം കോടതി ഫുൾ ബെഞ്ചിന്റെ വിധി വന്നാലും ഡിവിഷൻ ബെഞ്ചിന്റെ വിധി 2 അംഗങ്ങളുടെ വിധി വന്നാലും അത് ബൈൻഡിംഗ് ആണ്, ഭരണഘടനാപരമായി ബൈൻഡിംഗ് ആണ്. ആ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് കേരള ഗവർണറുടെ പരാമർശം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ പശ്ചാത്തലത്തിലും നിയമവാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ ഈ രാജ്യം മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ വിശദമായ വിശകലനത്തിന് ശേഷമാണ് ഉന്നത നീതിപീഠം ഈ വിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ വിധി ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാഗതാർഹമാണ്. അതനുസരിച്ചുള്ള നടപടി ഇപ്പോൾ തമിഴ്നാട് ആ ബില്ലുകളെല്ലാം തന്നെ നിയമമാക്കി മാറ്റിക്കഴിഞ്ഞു. നമ്മുടെ ഇതിനകത്തും ഇനി വരുന്ന കേസുകളിലും ഇതിന്റെ വെളിച്ചത്തിലായിരിക്കും വിധി ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് ജയം. ഡൽഹിക്കെതിരെ 12 റൺസിന്റെ വിജയമാണ് മുംബൈ സ്വന്തമാക്കിയത്. 206 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി 193 റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് നടൻ വിജയ് അധ്യക്ഷനായ തമിഴക വെട്രിക്കഴകം നിയമം അംഗീകരിക്കാനാകില്ലെന്ന് വിജയ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട് സർക്കാരും DMKയും നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. AIADMK NDA ക്യാമ്പിലെത്തിയതോടെ മുസ്ലിം വിഭാഗത്തെ കൂടെ നിർത്താനുള്ള നീക്കമായാണ് TVKയുടെ നീക്കത്തെ DMK അടക്കമുള്ള കക്ഷികൾ കാണുന്നത്. 24 പൂർത്തിയാകുന്നു. നമസ്കാരം.